എല്ലാവർക്കും നമസ്കാരം. സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്സിന്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നൗ ഓർ നെവർ ടെക്നിക്കാണ് പറയാനായിട്ട് പോകുന്നത്. ആജ് नहीं तो कभी नहीं, ഇന്ന് ഇല്ലെങ്കിൽ പിന്നെയില്ല എന്നുള്ളതാണ് ഈ ടെക്നിക്സിന്റെ പ്രത്യേകത. എപ്പോഴാണ് ഇത് അവതരിപ്പിക്കുക? സാധാരണ രീതിയിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ഓഫർ അവസാനിക്കുന്ന സമയത്ത്, റെയിലായിട്ട് ഓഫർ നിലനിൽക്കുന്നത് അവസാനിക്കുന്ന സമയത്താണ് ഈ ടെക്നിക്ക് കസ്റ്റമർ മുന്നിലേക്ക് വെക്കുന്നത്. അത് നമ്മളെ വളരെ സീരിയസ് ആയിട്ടും വളരെ ജെന്യൂൻ ആയിട്ടും കസ്റ്റമറിന് മുന്നിൽ പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കസ്റ്റമർ നമ്മളുടെ ഓഫർ സ്വീകരിക്കുകയും നമുക്ക് അനുകൂലമായ രീതിയിൽ ഒരു സെയിൽ നമുക്ക് തരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇത് വേറൊരു രീതിയിൽ കൂടെ നമുക്ക് അവതരിപ്പിക്കാവുന്നതാണ്. നമ്മളൊരു വീക്കെൻഡിലാണ് നിൽക്കുന്നത്, മന്ത് എൻഡിലാണ് നിൽക്കുന്നത്, ഒരു ക്വാർട്ടർലി എൻഡിങ്ങിലാണ് നിൽക്കുന്നത്. നമുക്ക് പർട്ടിക്കുലർ ഒരു ഗോൾ ഷീറ്റ് മീറ്റ് ചെയ്യാനായിട്ടുണ്ട്, ഒരു ഗോൾ മീറ്റ് ചെയ്യാനായിട്ടുണ്ട്, ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ മേ ബി നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും പർട്ടിക്കുലർ ഒരു കമ്മീഷനോ അല്ലെങ്കിൽ ഒരു വരുമാനമോ നമ്മൾ കസ്റ്റമർക്ക് ഓഫറായിട്ട് കൊടുക്കുകയും ആ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം നമ്മൾ വേണമെങ്കിൽ കസ്റ്റമറോട് ഓഫർ വെച്ചുകൊണ്ടും ഇൻഡിവിജ്വലി നമുക്ക് ഒരു ഓഫർ സിസ്റ്റം ഉണ്ടാക്കിക്കൊണ്ട് കസ്റ്റമറുടെ മുന്നിൽ അവതരിപ്പിക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, ഇന്ന് എനിക്കൊരു പർട്ടിക്കുലർ ഒരു പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ ഒരു 2000 രൂപ എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, സാർ ഇന്ന് സാർ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാറിന് എനിക്ക് 1000 രൂപ ഞാൻ സാറിന് ഒരു അഡീഷണൽ ഡിസ്കൗണ്ട് എനിക്ക് തരാനായിട്ട് പറ്റും. ബിക്കോസ് ഇന്ന് ഞങ്ങളുടെ സാറ്റർഡേ ക്ലോസിംഗ് ആണ്, അല്ലെങ്കിൽ വീക്കെൻഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ മന്ത് എൻഡ് ആണ്, അല്ലെങ്കിൽ ക്വാർട്ടർ എൻഡ് ആണ്, ഈ ഒരു ദിവസത്തിൽ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ സെയിൽ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും ഈ ഒരു ടെക്നിക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. തീർച്ചയായിട്ടും ഫലം നൽകാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവരും ആശംസകളും നേരുന്നു. വീണ്ടും അടുത്ത സെയിൽസ് ടെക്നിക്സുമായി നമ്മൾ കാണുന്നതായിരിക്കും. ഒരു ചെറിയ ഇടവേള, വെറുതെ ഇരിക്കുവാനല്ല, വീണ്ടും നന്മ ചെയ്യുവാൻ. താങ്ക് യു. സീ യു അഗൈൻ.